വെൽക്കംസ് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. അപ്പോ മിസ് ഇന്ന് വന്നിട്ടുള്ളത് എന്തിനാണെന്നറിയോ? നിങ്ങൾക്ക് നല്ലൊരു മെസ്സേജ് തരാൻ വേണ്ടിയിട്ടാണ്. അതായത് നമുക്കൊക്കെ ഉള്ള ഒരു പ്രശ്നമാണ് മക്കളെ, എന്ത് കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അല്ലേ. നമുക്ക് എന്താണ്, നമ്മൾ പെട്ടെന്ന് പഠിക്കാനൊക്കെ ഉള്ള തീരുമാനം എടുക്കും. പക്ഷെ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമൊക്കെ നമ്മൾ ഇപ്പോൾ വീട്ടിലൊക്കെ ഉമ്മയോടും ഉപ്പയോടൊക്കെ നമ്മൾ പറയും എന്ത്, ഇന്ന് മുതൽ ഞാൻ പഠിക്കും, എനിക്ക് അത് വേണം ഇത് വേണം, എനിക്ക് എല്ലാ സൗകര്യങ്ങളൊക്കെ നമ്മൾ എല്ലാം റെഡിയാക്കി നമ്മൾ പഠിക്കാൻ റെഡി ആയിട്ട്. പക്ഷെ ആ ഒരു എനർജി, ആ ഒരു മൈൻഡ് നമുക്ക് എന്താണ്, ഒരു ദിവസം ആ ഒരു തീ ഉണ്ടാവുള്ളൂ ലേടാ. ആ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസമേ അത് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. നമുക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അപ്പൊ നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി, പല കുട്ടികളും ഉണ്ടല്ലോ, ഒരു 2-3 ദിവസമൊക്കെ പഠിച്ചിട്ട് പിന്നെ കുറച്ച് ദിവസം പഠിക്കേയില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അത് വന്ന് പഠിക്കും, അതും വീണ്ടും 2 ദിവസത്തിൽ അതും അവസാനിപ്പിക്കും. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല മക്കളെ. അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ എവിടെയും എത്തില്ലടാ. നമുക്ക് എവിടെയും ആ ഒരു പഠന രീതിയിൽ നമുക്ക് എവിടെയും സ്കോർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളുടെ പഠനം എന്താണ്, കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് എങ്ങനെ ആ ഒരു കൺസിസ്റ്റൻസി ഫോളോ ചെയ്യാം, എങ്ങനെ അത് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതിന് ഒരു 3 ടിപ്സുമായിട്ടാണ് ടീച്ചർ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ മിസ് ഇപ്പൊ പറയുന്ന ഈ 3 ടിപ്സ് നിങ്ങൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് കിടിലനായിട്ട് നന്നായിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾ നോക്കിക്കോ, ഒരു വലിയൊരു ചേഞ്ച് ആയിരിക്കും നിങ്ങളുടെ പഠനത്തിൽ ഈ ഒരു 3 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നോക്കിയായിട്ട് മക്കളെ, നമ്മുടെ ഫസ്റ്റ് ടിപ്പാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. എന്താന്ന് മനസ്സിലായോടാ? എന്താ മനസ്സിലായോ? 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? അതായത് മിസ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരു ദിവസം പഠിക്കാൻ തീരുമാനിക്കും അല്ലേ. അന്ന് നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് മുതൽ ഞാൻ ഫോൺ ഉപയോഗിക്കില്ല, ഇന്ന് മുതൽ ഞാൻ കളിക്കാൻ പോകുന്നില്ല, ഇന്ന് മുതൽ ഞാൻ ഉറങ്ങത്തില്ല. ഇങ്ങനെ ഒരുപാട് തീരുമാനങ്ങൾ നമ്മൾ ഒരു ദിവസം അങ്ങോട്ട് എടുക്കും അല്ലേ. അന്ന് രാത്രി നമ്മൾ എല്ലാ ഡിറ്റർമിനേഷനും കൂടി എന്ത് ചെയ്യും, നമ്മൾ ഉറങ്ങും. നാളെ മുതൽ ഞാൻ അങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ആയിരിക്കും, എല്ലാ മാറ്റങ്ങളും ഞാൻ ചെയ്യും എന്നുള്ള കാര്യത്തിൽ അല്ലേ. പക്ഷേ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീക്കുന്നത് എങ്ങനെയായിരിക്കും എന്നറിയോ? നിങ്ങൾ 10 മണിക്കായിരിക്കും അടുത്ത ദിവസം രാവിലെ എണീക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, അടുത്ത ദിവസം മുതൽ തുടങ്ങുക. ഇങ്ങനെ നിങ്ങളുടെ തീരുമാനങ്ങൾ എങ്ങനെയായിരിക്കും? നാളെ നീളെ ആയിട്ട് അങ്ങനെ പോകും. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട മാറ്റങ്ങൾ, നിങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്, എല്ലാ മാറ്റങ്ങളും ഒരുമിച്ച് നിങ്ങൾ എടുക്കാതെ, എൻ്റെ പൊന്നു മക്കളെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഒരു സമയത്ത് ഒരു തീരുമാനം, അതായത് നിങ്ങൾ ഇന്ന് എന്ത് ചെയ്യുക, ഇന്ന് മുതൽ എൻ്റെ ഫോണിൽ ഞാൻ എന്ത് ചെയ്യും, ഒരു ലിമിറ്റ് വെക്കും. ആ ഒരു തീരുമാനം ഇന്നെടുത്തിട്ട് കുറച്ച് ദിവസം അത് ഫോളോ ചെയ്തിട്ട് അടുത്ത തീരുമാനം ഇന്ന് മുതൽ ഒരു 5-6 ദിവസം കഴിഞ്ഞിട്ട് ഇന്ന് മുതൽ ഞാൻ ഇത്ര മണിക്ക് ഉറങ്ങും എന്നുള്ള ഒരു തീരുമാനം എടുക്കുക. അങ്ങനെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ, എല്ലാ മാറ്റങ്ങളും കൂടി നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് എടുത്തിട്ട് അതെല്ലാം കൂടി ഒരുമിച്ച് ഫോളോ ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ ആ പഠനം എന്ത് ചെയ്യുന്നത്, ഒറ്റ ദിവസത്തിൽ ഒതുങ്ങി പോകുന്നത്. അപ്പൊ നമ്മളുടെ തീരുമാനങ്ങൾ നമ്മൾ സ്റ്റെപ്പ് ആയിട്ടാണ് എടുക്കേണ്ടത്. ഓക്കെ, സോ നമ്മുടെ രണ്ടാമത്തെ ടിപ്സ് എന്താന്ന് മക്കൾക്ക് അറിയോ? നോക്ക് മക്കളെ, നമ്മളെ രണ്ടാമത്തെ ടിപ്സ്, ബാലൻസ് വീക്ക് ആൻഡ് സ്ട്രോങ് സബ്ജക്റ്റ്. കണ്ടോ, നമുക്ക് വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റുകളും ഉണ്ട്, നമുക്ക് സ്ട്രോങ് ആയിട്ട് നല്ല ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റുകളും ഉണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഒരേ സമയമല്ല പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള സമയം എന്ന് പറയാം. ചിലർക്ക് വൈകുന്നേരം 5:30 മുതൽ രാത്രി 9 മണി വരെ പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. എന്നാൽ മറ്റുള്ളവർക്ക് എന്തായിരിക്കും, ചിലർക്ക് അതിരാവിലെ എണീറ്റ് പഠിക്കാനൊക്കെ അവർക്ക് പെട്ടെന്ന് കയറുന്നത് ആ ഒരു സമയത്തായിരിക്കും അല്ലേ. അതൊക്കെ ഓരോ കുട്ടികൾക്ക് അനുസരിച്ചിട്ടാണ്. അപ്പൊ എൻ്റെ പൊന്നു മക്കൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള, നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള സമയം എപ്പോഴാണോ ആ സമയത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യാട്ടോ മക്കളെ. ആൻഡ് നിങ്ങളുടെ
ആൻഡ് നിങ്ങളുടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സബ്ജക്റ്റാണ് നിങ്ങൾ ഏത് സമയം ഫോക്കസ് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള സമയം ഫോക്കസ് ചെയ്യേണ്ടത്. എന്നാൽ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള സബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയങ്ങളുണ്ട് അല്ലെ, ആ സമയങ്ങളിൽ നിങ്ങൾ കൂടുതൽ എന്ത് നോക്കുക, നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റുകളും നിങ്ങൾ ചൂസ് ചെയ്യുക. ആ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുമ്പോഴേക്കും നിങ്ങളുടെ പഠനത്തിൽ അടിപൊളിയായിട്ടുണ്ടാവും മക്കളെ. ആൻഡ് നമ്മളിനി ലാസ്റ്റ് തേർഡ് ടെക്നിക്കിലേക്കാട്ടോ, തേർഡ് ടിപ്സിലേക്കാട്ടോ പോണേ. നോക്കിയാട്ടെ, യു ട്രാക്ക് യുവർ സെൽഫ്. കണ്ടോ, യു ട്രാക്ക് യുവർ സെൽഫ്. ഈ ഒരു മൂന്നാമത്തെ പോയിന്റ് ആണ് കേട്ടോ നമ്മുടെ ലൈഫിൽ, നമ്മുടെ സ്റ്റഡി ലൈഫിൽ നമുക്ക് ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ഒരു പോയിന്റ് ആണ് കേട്ടോ മിസ് ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ട്രാക്ക് യുവർ സെൽഫ്. നിങ്ങൾക്കറിയോ, ഇപ്പം നമ്മുടെ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ കയ്യിൽ നിന്ന്, ടീച്ചേഴ്സിൻ്റെ കയ്യിൽ നിന്നൊക്കെ നമുക്കൊരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ, നീ ചെയ്തത് നന്നായിട്ടുണ്ട്, ഈ ആൻസർ നീ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ പോയാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല മാർക്ക് വാങ്ങാൻ പറ്റും, നിനക്ക് നന്നായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് ചിലർ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലേടാ. നമ്മുടെ ക്ലാസ്സിലൊക്കെ ടോപ്പേഴ്സ് ഒരിക്കൽ ടോപ്പ് സ്കോർ വാങ്ങിയാൽ ആ കുട്ടി എന്നും എന്ത് ചെയ്യും, ആ ടോപ്പ് സ്കോർ കണ്ടിന്യൂ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും എല്ലാ ഹാർഡ് വർക്കും ആ കുട്ടി എടുക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ, ആ കുട്ടി അതിൻ്റെ ഒരു ടേസ്റ്റ് അറിഞ്ഞതുകൊണ്ടാണ്. ആ ഒരു ടോപ്പ് സ്കോർ, ഒരു ടോപ്പർ എന്നുള്ള എക്സ്പീരിയൻസ് ആ കുട്ടി അറിഞ്ഞതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയാലാണ് അതിൻ്റെ ഒരു രസം എന്താണ്, എന്ത് ബ്യൂട്ടിഫുൾ ആണ് ആ ഒരു എക്സ്പീരിയൻസ് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് മക്കളെ. സോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മറ്റുള്ളവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് അതിനേക്കാൾ ഉപരി നമ്മളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മളെ ആദ്യം ട്രാക്ക് ചെയ്യേണ്ടത്. ഞാൻ അടിപൊളിയാണ്, ഞാൻ ഇങ്ങനെ ചെയ്താൽ നന്നാവും, ഞാൻ ഇങ്ങനെ ആയാൽ ബെറ്റർ ആവും എന്നുള്ളത് നമ്മൾ നല്ലത് ചെയ്യുമ്പോൾ അതിൽ നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ എന്ത് വേണം മക്കളെ, ഭയങ്കര ഇൻസ്പയർ ആവണം. നമ്മളെ തന്നെ എന്ത് ചെയ്യാൻ, ട്രാക്ക് ചെയ്യാനും നമ്മളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാനും നമ്മളെപ്പോഴും ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഈ 3 ടിപ്സ്. അപ്പോൾ മിസ് ആദ്യം പറഞ്ഞ ടിപ്സ് എന്താ മക്കളെ, മിസ് ആദ്യം പറഞ്ഞത് 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം. ഒരു ടൈമിൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ്, ഒരു ചേഞ്ച് മാത്രം, ആ സ്റ്റെപ്പായിട്ട് വേണം നമ്മുടെ ചേഞ്ചസ് നമ്മൾ വരുത്താൻ. സെക്കൻഡ് ടിപ്പ്, ബാലൻസ് വീക്ക് ആൻഡ് സ്ട്രോങ് സബ്ജക്റ്റ്. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ളതും നമ്മുടെ വീക്ക് ആയിട്ടുള്ള സബ്ജക്റ്റും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. ഒന്ന് മാത്രം എനിക്ക് മാത്സ് വഴങ്ങില്ല മിസ്, എനിക്ക് അറിയില്ല മിസ്, അല്ലെങ്കിൽ എനിക്ക് കെമിസ്ട്രി ടഫാണ്, എനിക്ക് ഫിസിക്സ് അറിയില്ല, എനിക്കൊണ്ടത് പഠിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന് പകരം നമുക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റുകൾ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കൂടുതൽ കഴിയുന്ന സമയത്ത് നമ്മൾ പഠിക്കുക. അങ്ങനെ വേണം നമ്മൾ 2 ടൈപ്പിലുള്ള സബ്ജക്റ്റും നമ്മൾ ബാലൻസ് ചെയ്ത് പോവാൻ. ആൻഡ് തേർഡ് വൺ എന്താ മക്കളെ, യു ട്രാക്ക് യുവർ സെൽഫ്. നിങ്ങൾ സ്വന്തമായിട്ട് നിങ്ങളെ ട്രാക്ക് ചെയ്യാനും നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനും ശ്രമിക്കുക. അപ്പം ഇന്ന് മുതൽ ഈ 3 ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കിടിലനായിട്ട് അടിപൊളിയായിട്ട് നിങ്ങളുടെ ഒരു പഠനം തന്നെ നിങ്ങൾക്ക് മാറ്റിമറിക്കാനും, ഈ ഒരു ഓണം എക്സാം ആവുമ്പോഴേക്കിനും, നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ, ഓണം എക്സാം ആവുമ്പോഴേക്കിനും നിങ്ങൾക്ക് എല്ലാവർക്കും പൊള്ളിക്കാൻ പറ്റട്ടെ, നിങ്ങളുടെ സ്കോറൊക്കെ ഹൈ സ്കോറിലെത്തിക്കാൻ ഈ ഒരു 3 ടിപ്സിലൂടെ നിങ്ങൾക്ക് പറ്റട്ടെ. അപ്പം എല്ലാവർക്കും അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മിസ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. ഓക്കെ, ബൈ.